ലക്ഷ്മി എന്താ മനുഷ്യരെ കണ്ടിട്ടില്ലേ? എന്നെ കണ്ടപ്പോ എന്തിനാ ഓടാൻ തുടങ്ങി? ഞാൻ പോട്ടെ. അവിടെ നിൽക്കൂ. ആകാശം ഇടിഞ്ഞു വീഴുന്നെങ്കിൽ വീഴട്ടെ. എന്തിനാണ് ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചു നിൽക്കുന്നത്? ഞാൻ വെറുതെ. ഞാൻ നിങ്ങളുടെ വീട്ടിന്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കാണുകയായിരുന്നു. എന്തു മനോഹരമായ സ്ഥലം. അങ്ങനെ ഗ്രാമത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് യഥാർത്ഥ ഗ്രാമലക്ഷ്മിയെ കണ്ടത്. നീ നമ്മളെ വരവും പ്രതീക്ഷ ഇങ്ങനെ നിൽക്കുകയായിരുന്നല്ലേ? ഏട്ടന്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പൊ വാസു വന്നല്ലേ? ഞങ്ങളെ സംബന്ധകാര്യമായി ചിലത് സംസാരിക്കാനുണ്ട്. നീ പൊക്കോട്ടെ, ഞങ്ങളെ സ്വൈരസല്ല അവൻ നീ കേൾക്കണ്ട. താനിവിടെ നിന്ന കാരണമാണ് അവൾ ഓടിപ്പോയത്. എടോ കുടുംബേ, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ എന്റെ കുടുംബം കൂടി ആക്കി. താനൊരു ആഭാസമാണെന്ന് തോന്നുന്നല്ലോ. കുറെയൊക്കെ അങ്ങനെയാ. കേറിക്കോ. ഓ, അശുദ്ധായി. ആര്? ഞാനോ? കൈയാകെ അശുദ്ധായി. ഒന്നുകൂടെ കുളിച്ചോ. ലക്ഷ്മിയെ വൈദ്യുതി കണ്ടു. അവളുമായിട്ട് അല്പം രസീയത്തങ്ങള് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്റെ ചങ്ങാതി ശുംഭൻ എന്റെ മുണ്ടിലൊക്കെ വെള്ളം. വാസു ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് തിടുക്കത്തിലെ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ പോന്ന. ഏത് കാര്യങ്ങള്? മുത്തശ്ശി ഒന്നും പറഞ്ഞില്ലേ? മുത്തശ്ശി പലതും പറഞ്ഞു കാണും. ലക്ഷ്മിയുടെ സംബന്ധകാര്യം 90 കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചില്ലേ? 90? എന്താ കഥ? 60 കഴിഞ്ഞ് കുറച്ച് കൊല്ലങ്ങളൂടായി, അത്രേ ഉള്ളൂ. സംബന്ധത്തിന് ഈ വയസ്സ് കൂടുതലൊന്നുമല്ല. എനിക്കിപ്പോഴും നല്ല ആരോഗ്യം. നോക്കൂ, മകളുടെ കല്യാണം കഴിഞ്ഞു. അവളുടെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുമായി, വെട്ടപ്പാടുകളൊക്കെ തീർന്നിരിക്കണു. അതുകൊണ്ട് തന്നെയാ ഇവിടെ ഒന്ന് സംബന്ധം കൂടിക്കളയാത്ത കാര്യേ. നിങ്ങൾക്ക് വിവരമുണ്ടോ? സംബന്ധം കൂടാൻ വന്നിരിക്കുന്നു. ഒരു കാര്യം, ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. വിഡിത്തം പറഞ്ഞുകൊണ്ട് വന്നാലേ കിട്ടുന്ന വാങ്ങി പോകേണ്ടായിട്ട് വരും. വല്ല അമ്പലത്തിനും തിന്നേക്ക് പോയി നാമം ജപിക്കുവേ. തന്നെ ഞാൻ കാണിച്ചാ. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ലക്ഷ്മി മറ്റൊന്നുമല്ല. അവിടെ ഇവിടെ കയറി പിടിക്കാൻ ഉടക്കണി ബന്ധം ഞാൻ ഒന്നും പറയണില്ല. ഏതായാലും അശുദ്ധിയാക്കി കുളിച്ചേ പറ്റൂ. ശുംഭൻ വേഗം പോയി കിടത്തും. ലക്ഷ്മി,